കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. സദൃശവാക്യങ്ങൾ 12-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ദുഷ്ടന്മാർ മറിഞ്ഞു വീണില്ലാതെയാകും, നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കും. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇവിടെ ശ്രദ്ധിച്ച്, നീതി നിലനിൽക്കുകയും ദുഷ്ടത തകർന്നു പോവുകയും ചെയ്യും എന്നുള്ള ഒരു ഭാഗത്തെ നമുക്ക് ഈ വാക്യങ്ങൾക്കകത്തു നിന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? പലപ്പോഴും ദൈവമക്കളായി നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് നേരിടുന്നൊരു സംശയമാണ് ദുഷ്ടന്മാരുടെ വളർച്ച എന്ന് പറയുന്നത്. ആസാഫ് പോലും പറഞ്ഞില്ലേ, അവരുടെ കണ്ണ് പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു, അവർക്കൊരു ദോഷവും വരുന്നില്ല എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ നമുക്ക് നമ്മുടെ ഇടയിലും വിശ്വാസ സമൂഹത്തിനകത്തുള്ള ഒരു സംശയമാണ്. ദുഷ്ടത പ്രവർത്തിക്കുന്നവർ അല്ലേ അന്യായം ചെയ്യുന്നവർ, അശുദ്ധിയിൽ ജീവിക്കുന്നവരൊക്കെ അവർക്ക് സാമ്പത്തിക മേൽഗതിയുണ്ട്, അവർക്ക് നല്ല വീടുണ്ട്, നല്ല വാഹനങ്ങളുണ്ട്, അവരെല്ലാം സമൃദ്ധിയിലേക്ക് വരുന്നത് കാണുമ്പോൾ പലപ്പോഴും നീതിയോടെ നടന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ച് വിശുദ്ധ ജീവിതം നയിച്ച ഞങ്ങൾക്ക് ഇതൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന അനേക വിശ്വാസ സമൂഹത്തെ നമുക്ക് ഈ കാലത്ത് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു ദൂതാണ്, ദുഷ്ടന് പലപ്പോഴും താൽക്കാലിക വളർച്ചകൾ, ജയങ്ങൾ ഉണ്ടെങ്കിലും അത് ശാശ്വതമല്ല. ബൈബിൾ പറയുന്നു, ദുഷ്ടന്മാരെ അവൻ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു, അവരുടെ നിലനിൽപ്പ് സ്ഥിരമല്ല, ഇന്നല്ലെങ്കിൽ നാളെ അവർ മറിയും. എന്നാൽ ഒന്നുമില്ല എന്നുള്ള തോന്നൽ ഉള്ള നീതിയോടെ നടക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ ഞാൻ കൈമാറാം, നമ്മുടെ നീതി എന്നേക്കും നിലനിൽക്കും. ബൈബിൾ പറയുന്നു, നീതിമാൻ പന പോലെ തഴയ്ക്കും. എന്താണ് ഈ പന പോലെ തഴയ്ക്കുന്നത്? പന എന്ന് പറയുന്നത് പതിയെ മാത്രമേ വളരത്തുള്ളൂ, അല്ലേ? പക്ഷെ അത് വളർന്നു കഴിഞ്ഞാൽ അതിനെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. അത് മാത്രമല്ല, പന വളരുന്നത് തരിശുഭൂമിയിലാണ്, മരുഭൂമി പോലുള്ള സ്ഥലങ്ങളിലാണ് പന വളരുന്നത്. എന്ന് പറഞ്ഞാൽ അർത്ഥം സ്തോത്രം, മണ്ണിനകത്തു നിന്നുള്ള വെള്ളത്തെ പിടിച്ചെടുക്കുന്ന തരത്തിലുള്ള ശക്തി ഈ പന എന്ന വൃക്ഷത്തിന് ഉണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഭാരപ്പെട്ടു പോകരുത്, വ്യാകുലപ്പെട്ടു പോകരുത്. നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. സദൃശവാക്യങ്ങൾ 10:25 നിങ്ങൾ ശ്രദ്ധിച്ച്, ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടൻ ഇല്ലാതെയായി, നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കിയോ? ചുഴലിക്കാറ്റ് ദുഷ്ടതയെ തകർക്കും. എന്നാൽ ചുഴലിക്കാറ്റല്ല, കൊടുങ്കാറ്റല്ല, ഭൂകമ്പം വന്നാലും ബൈബിൾ പറയുന്നു, സ്തോത്രം ഹല്ലേലൂയ, നീതിമാന് ശാശ്വതമായ അടിസ്ഥാനം ഉണ്ട്. അവൻ്റെ അടിസ്ഥാന മണ്ഡലത്തെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ചറിയുക. സ്തോത്രം. 112-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, നീതിമാൻ്റെ ഭവനത്തിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. അതുകൊണ്ട് നീതിയോടെ നിൽക്കുക. ദൈവം നമ്മെ കാലാകാലങ്ങളോളം നിർത്തും. ആർക്കും ഇളക്കാൻ കഴിയാത്തൊരടിസ്ഥാനം കർത്താവ് നമുക്ക് നൽകിത്തരും. അതിനായിട്ട് ദൈവം നമ്മളെ ഒരുക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അവിടെ നിന്ന് സഹായിക്കണം. ആത്മീക ഭൗതിക നന്മകളാൽ ദൈവം നിറച്ച് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്തവും ഏൽപ്പിക്കുന്നു. കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.